വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫൺ ടുഡേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ നമ്മളൊരു പെറ്റ് ഷോയിങ് വീഡിയോയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോങ് വീഡിയോ ചാലഞ്ച് ആയിരുന്നു. നമ്മൾ കൂടുതലായിട്ട് ഷോർട്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനിയും ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരാളെ പരിചയപ്പെടുത്താൻ വരും. ഇതാണ് ആരുഷ്. ഇവൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഫാം സെറ്റാണിത്. അപ്പോൾ നമ്മളെ ഇത്രയും ഒരു ഫാം പെറ്റ് ഷോയിങ് വീഡിയോ തന്നെ ഇവൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ ഒരു ഫാം സെറ്റ് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പെറ്റ് ഷോയിങ് വീഡിയോ അടിപൊളി പെറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് പെറ്റ്സിനെ കുറിച്ചൊന്നും അത്ര ഇതൊന്നും ഇല്ല. അപ്പോൾ ഇതിനൊക്കെ എല്ലാം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു മെയിലിൻ്റെ കുറച്ച് ഒരു അക്കോറിയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ മെയിൽ മാത്രമേ ഉള്ളൂ. ഇത് കൊടുക്കാനുള്ള മെയിൽസാണ്. ഫുള്ള് ഇയർ കയറിയിട്ടുള്ള മെയിലും കളറിങ് ഒക്കെ കയറിയിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ വരുന്നത് നമ്മുടെ കളർ വീഡോസ് 4 ഉണ്ട്. പിന്നെ ഈ സീബ്ര ഫിഷസ് ഒരു 4 ഉണ്ടാവും. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ കല്ലൊക്കെ വെച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തേക്ക് നമ്മൾ ബ്രൂഡാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ബ്രൂഡാണത്. ഈ ബ്രൂഡിനിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു ബ്രൂഡ് 2 ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ. മെയിലിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. മെയിലിനെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ മെയിൽ പറയണത് ഇവിടെ കിടക്കുന്ന ഒരു മെയിലാണ്. ഇത് അത്യാവശ്യം ഇയറൊക്കെ കയറിയിട്ടുള്ള മെയിലാണ് നമ്മുടെ ബ്രൂഡിൻ്റെ മെയില്. പിന്നെ തൊട്ട് താഴെ നിന്ന് വരുന്നത് നമ്മുടെ ഈ ബ്രൂഡിൻ്റെ തന്നെ കുഞ്ഞുങ്ങൾ ബ്രീഡിങ്ങിനായിട്ട് ഇട്ടിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ ആയി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കുറേ എല്ലാ ബേബീസിനെയും കുറച്ച് ഫീമെയിൽസിനെയും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു കേജാണ്. ഇതിനകത്തിപ്പോൾ ഒരു മെയിൽ മാത്രമേ ഉള്ളൂ. അതിനെ പിടിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ പിടിക്കാത്തത്, അല്ലെങ്കിൽ ഇതിനും പിടിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് വേണ്ട കുഞ്ഞുങ്ങളെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ അടുത്ത ഫൈറ്റേഴ്സാണ്, ബീറ്റേഴ്സ് അതൊക്കെ ഉണ്ട്. ഇത് ഫൈറ്ററിൻ്റെ ഒരു മെയിലാണ്, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് വരുന്നത് ഒരു ഫീമെയിൽ ബീറ്ററാണ്. ബീറ്റർ ഫിഷ് പറയുമ്പോൾ നല്ല കളറിങ്ങും ഇതൊക്കെ കയറിയുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹെന്നിൻ്റെ ഏരിയയിലേക്കാണ്. കോഴിൻ്റെ ഏരിയയിലേക്ക് പോവാം. നമുക്ക് നേരെ കോഴിൻ്റെ ഏരിയയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ വിരിയിപ്പിച്ചിറക്കിയ കുറച്ച് കുഞ്ഞുങ്ങളെയാണ്. ഇതിലിപ്പോൾ ഒരു കുറച്ച് സൈസ് ആയതുകൊണ്ട്, കുറച്ച് ചെറിയ സൈസ് ആയതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്തെ കൂട്ടിനകത്ത് കിടക്കുന്നതാണ് നമ്മുടെ കരിങ്കോഴിയാണ്. 3 പെട്ടയുണ്ട്, ഒരു പൂവനും ഉണ്ട്. പ്യുവറാണ് കരിങ്കോഴി. അപ്പോൾ ഇതിലിപ്പോൾ അത്ര കൊടുക്കാനുള്ളതല്ല. പിന്നെ അടുത്തത് വരുന്നത് ഇപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ കുറച്ച് നാളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ 3 പെട്ടി ഉണ്ടായിരുന്നു. ആ 3 പെട്ട പറയുമ്പോൾ ഇപ്പോൾ ഒന്നിനെ കാണാനില്ല. ഇപ്പോൾ കുറച്ച് മുട്ട കിട്ടുന്നുണ്ട്, 2 മുട്ട കിട്ടുന്നുണ്ട്. പിന്നെ ഈ കരിങ്കോഴി ചാച്ചന്മാർ 2 ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് പൈസക്കായിട്ട് നമ്മൾ ഇതിനെ ഒരു മെയിലിനെ കൊടുത്താണ്. ഇപ്പോൾ ഇത് നല്ലൊരു മെയിലിനെ നമ്മൾ ക്വാളിറ്റി മെയിലിനെ എടുത്തു. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇത് നമ്മുടെ അമേരിക്കൻ സിൽക്കിയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് 3 ഉള്ളൂ. കുറച്ച് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. ബൾക്കായിട്ട് എടുക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് 3 ഒന്ന് ഇതാവട്ടെ നോക്കാനാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു മെയിൽ കറുപ്പാണ്, പിന്നെ ഒരു കറുപ്പ് ഫീമെയിലും ഒരു വൈറ്റ് ഫീമെയിലുമാണ് ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത്. താഴ്ഭാഗത്ത് ഉള്ളത് ഒരു വലിയ പൂവനാണ്. ഒരാൾ വേണം പറഞ്ഞപ്പോൾ വലിയ പൂവനെ പിടിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഇവിടെ തന്നെ വളർന്ന നല്ല വലിയ പൂവനാണ്. പിന്നെ ഇതൊക്കെ കിടക്കുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങളാണ്, നല്ല സൈസായ കുഞ്ഞുങ്ങളാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പോണത് ഗൈസ്, നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ഡോഗ്സിലേക്കാണ് പോകുന്നത്. ഡോഗ്സ് 3 ഉള്ളൂ, എന്നാലും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അത്യാവശ്യം വലിയ കേജായിട്ടാണ് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് നായ്ക്ക് നടക്കാനൊക്കെ സൗകര്യമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് റെഡി ആക്കിയിരിക്കുന്നത്. പിന്നെ ഇത് 2 പറയുന്നത് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡും പിഗ് ബുള്ളും ആണ്. ഇത് ഇംഗ്ലീഷ് പിഗ് ബുള്ളും അപ്പുറത്തെ ജർമ്മൻ ഷെപ്പേർഡും ആണ്. പിന്നെ കുറച്ച് അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ക്രോസായി കിടക്കുന്ന ഫീമെയിൽ ലാബാണ്. ഇത് നമ്മുടെ അമ്മുവാണ്. നമ്മളിവിടെ വളർത്തുന്ന ഒരു ഫീമെയിൽ ലാബാണ്. ക്രോസായി കിടക്കുന്നത് തന്നെയാണ് കുറച്ച് ഇത് നമ്മളെയൊക്കെ ഒരു അഗ്രസീവ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിഗ് ബുള്ള് പറയുന്നത് ഇപ്പോൾ ഹീറ്റായി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പിഗ് ബുള്ളിൻ്റെ പേരെന്ന് പറയുന്നത് ജ്യൂസി എന്നാണ്.
ബിഗ് ബുള്ള് പിന്നെ ഹീറ്റായി കിടക്കുകയാണ്. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ഹീറ്റ് ആവണേ ഉള്ളൂ, അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹീറ്റ് ആവാനാണ് ചാൻസ്. പിന്നെ ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ജർമ്മൻ ഷെപ്പേർഡാണ്. ഇത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ബബ്ലു എന്നാണ് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പേര് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള പ്രാവുകളുടെ ഒരു പ്രാവ് സെക്ഷനാണ്. ഇതിൽ വൈറ്റും ബ്ലാക്കും മിക്സ് ആണ് ഒരു പ്രാവ്. പിന്നെ ഒരു പ്രാവ് ഫുൾ ബ്ലാക്ക് ആണ്, മെയിലാണ് ബ്ലാക്ക്. തൊട്ടപ്പുറത്ത് തന്നെ വരികയാണെങ്കിൽ നമ്മുടെ ഒരു ഫുൾ ബ്ലാക്ക്, പിന്നെ ബ്രൗണിഷും ബ്ലാക്കിഷും ഫുൾ വൈറ്റും ആയിട്ടുള്ള ഒരു ഫീമെയിലിനെയും കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു വൈറ്റും ആയിട്ടുള്ള ഒരു ജോഡിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം സൈസായി ഒരു 2 എഗ്ഗൊക്കെ എഗ്ഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പം ഇതൊരു എഗ്ഗിങ് ചെയ്തോ നമുക്ക് അറിയില്ല, എഗ്ഗിങ് ആവാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് നമ്മുടെ ബേർഡ് സെക്ഷനാണ്. ഇതിപ്പോൾ നമ്മൾ കോക്കറ്റൈൽസ് ആണ്, ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ടുള്ള മിക്സ് ആണ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ യെല്ലോയിൻ്റെയും ഇതിൻ്റെ പേഴ്സൊന്നും നമുക്ക് അത്ര അറിയില്ല പേര്, പക്ഷെ നമുക്ക് പ്രൈസിൽ വാങ്ങിച്ച കാരണം നമ്മൾ പേര് നോക്കാതെ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിച്ചാണ്. നമുക്ക് ക്ലിയർ ആവുള്ളതെന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ ഇതൊക്കെ എഗ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളതും ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു ജോഡിയാണ്. ഇതും എഗ്ഗിങ് ആയിട്ടുണ്ട്. എഗ്ഗിങ് ഒക്കെ ചെയ്ത് 2 ഫീമെയിൽസ് ആണുള്ളത്. പിന്നെ അത് അത്ര നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ. ഇനി ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. പിന്നെ ഇതിപ്പോൾ 2 കുഞ്ഞുങ്ങളാണ്. പിന്നെ തൊട്ട് താഴെ പറയുമ്പോൾ ഇതൊക്കെ ബ്രീഡിങ് ആയി കിടക്കുന്നതിന് അത്ര കാണാനൊന്നും പറ്റില്ല നമുക്ക്. ഇനി ഇതിപ്പോൾ വെളിയിൽ വന്നിരിക്കുന്ന മെയിലാണ്. പിന്നെ ഇവിടെയൊക്കെ എല്ലാം എഗ്ഗിങ് ചെയ്ത് കിടക്കണ കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ എഗ്ഗിങ് കഴിഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ്, നമുക്ക് പറ്റുമെങ്കിൽ. പിന്നെ ഇവിടെ കാണുക